നമ്മുടെ ടെലികോം കമ്പനികളുടെ കണക്കിൽ ഒരു വർഷം നമുക്കെല്ലാം 13 മാസമുണ്ട്. സംശയമാണെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക. 28 ദിവസത്തെ വാലിഡിറ്റി വെച്ച് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കൂ. നമ്മൾ വർഷത്തിൽ ഒരു മാസം വെറുതെ അധികമായി ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ ആ ചെലവും കൂടി ഒന്ന് കൂടാൻ പോവുകയാണ്. അടുത്ത വർഷത്തോടെ മൊബൈൽ ബില്ലിൽ 20% വർധനവാണ് വരാൻ പോകുന്നതെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഡാറ്റാ വിപ്ലവം ഇത്ര വേഗം ചെലവേറിയ ഒന്നായി മാറുന്നത്? ഇതിന്റെ പിന്നിൽ ജിയോയ്ക്കും എയർടെലിനും കൃത്യമായ ഒരു കണക്കുണ്ട്. ആ കണക്കുകൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും. 20% എന്ന് കേൾക്കുമ്പോൾ വലിയ കാര്യമൊന്നുമല്ലല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമുക്കിതൊന്ന് പണത്തിന്റെ കണക്കിൽ നോക്കിയാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന 299 രൂപയുടെ പ്ലാൻ എടുക്കാം. അതിൽ 20% കൂടിയാൽ അത് ഏകദേശം 360 രൂപയാവും. അതായത് ഒരു റീചാർജിൽ നിങ്ങൾക്ക് 60 രൂപയുടെ അധിക ചെലവ്. വർഷത്തിൽ ഇത് 700 രൂപയ്ക്കും മുകളിലായി മാറും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ തുകയൊന്നുമല്ല. പക്ഷേ കമ്പനികളുടെ പക്ഷത്ത് എന്ന് പറഞ്ഞാലോ മറ്റൊരു ന്യായം അവർക്ക് പറയാനുണ്ട്. ലോകത്തെ ഏറ്റവും വില കുറഞ്ഞ ഡാറ്റ ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഉദാഹരണത്തിന് അമേരിക്കയിലും യൂറോപ്പിലും 1 GB ഡാറ്റയ്ക്ക് നമ്മൾ നൽകുന്നതിനേക്കാൾ 10ഉം 20ഉം ഇരട്ടി വിലയാണ്. ഇന്ത്യയിൽ ശരാശരി 1 GB 10-15 രൂപ വരുമ്പോൾ പുറത്ത് അത് 300 തൊട്ട് 400 രൂപ വരെയാണ്. ഇത്രയും കാലം ഞങ്ങൾ ലാഭം നോക്കാതെ സേവനം തന്നു. ഇനി അത് പറ്റില്ല എന്നാണ് കമ്പനികൾ തീർത്തു പറയുന്നത്. 5G ടവറുകൾ സ്ഥാപിക്കാൻ കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് ചെലവ് വരുന്നത്. ഇവിടെയാണ് രസകരമായ മറ്റൊരു കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് കുറഞ്ഞ പ്ലാനുകളിൽ പോലും 5G അൺലിമിറ്റഡ് കിട്ടിയിരുന്നു. ഇപ്പോൾ പല പ്ലാനുകളിലും ആ 5G അങ്ങ് നിർത്തലാക്കി. ഇനി 5G വേണമെങ്കിൽ കൂടിയ പ്ലാൻ തന്നെ എടുക്കണം. അതായത് നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കൂടിയ പ്ലാൻ എടുപ്പിക്കുന്ന അപ്സെല്ലിംഗ് തന്ത്രം. മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് പ്രകാരം എയർടെലാണ് ഇതിൽ ഏറ്റവും ലാഭമുണ്ടാക്കാൻ പോകുന്നത്. ജിയോയും ഒട്ടും പിന്നിലല്ല. ഇത് ഉപഭോക്താക്കളെ എങ്ങനെ ബാധിക്കും? ചെലവ് കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ. ഡിജിറ്റൽ ഇടപാടുകൾക്കും വിദ്യാഭ്യാസത്തിനുമായി ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്ന സാധാരണക്കാരുടെ മാസ ബഡ്ജറ്റിനെ ഇത് വല്ലാതെ സാരമായി ബാധിക്കും, സംശയമില്ല. പ്ലാനുകളിലെ മാറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. ലാഭകരമായ പല പ്ലാനുകളും നിർത്തലാക്കുകയോ കുറഞ്ഞ നിരക്കിൽ ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ, ഉദാഹരണത്തിന് OTT സബ്സ്ക്രിപ്ഷനുകൾ വെട്ടിക്കുറയ്ക്കുകയോ ഒക്കെ ചെയ്തേക്കാം.